ഇന്ന് രാവിലെ കുട്ടനാട് എം.എൽ.എ. റെജി ചെറിയാൻ നടത്തിയ ഒരു പ്രതികരണം മുഖ്യമന്ത്രി വി.ഡി. സതീശനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. കനത്ത മഴയിൽ മുങ്ങിക്കിടക്കുകയാണ് കുട്ടനാട്. അവിടുത്തെ പ്രശ്നങ്ങൾ അറിയിക്കാൻ ഫോണിൽ വിളിച്ചിട്ട് മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും കിട്ടുന്നില്ലെന്ന ഗുരുതര ആരോപണമാണ് ഒരു UDF എം.എൽ.എ. തന്നെ ഉയർത്തിയത്. എം.എൽ.എയുടെ പ്രതികരണത്തിന് പിന്നാലെ അത് വാർത്തയായത് വലിയ വിവാദമായി മാറുകയും ചെയ്തു. കുട്ടനാട് മൊത്തം മുങ്ങിക്കിടക്കുകയാണ്, വെള്ളം കയറാത്ത ഒരു വീട് പോലുമില്ല, വലിയ കൃഷിനാശമാണ് ഉണ്ടായിരിക്കുന്നതെന്നും എം.എൽ.എ. പറയുന്നുണ്ട്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി M. ലിജു കുട്ടനാട്ടിലേക്ക് എത്താത്തതും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പത്തനംതിട്ട ജില്ലയിലെ ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചിരുന്നു. എന്നിട്ടും കുട്ടനാട്ടിലേക്ക് എന്തുകൊണ്ട് വന്നില്ലെന്ന ചോദ്യമാണ് എം.എൽ.എ. റെജി ചെറിയാൻ മാധ്യമപ്രവർത്തകരിൽ നിന്നും പ്രധാനമായും നേരിട്ടത്. എന്നാൽ മന്ത്രിസഭാ യോഗത്തിലിരിക്കുമ്പോഴാണ് എം.എൽ.എ. വിളിച്ചതെന്നും അതിനാലാണ് ഫോൺ എടുക്കാഞ്ഞതെന്നുമാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നൽകിയ വിശദീകരണം. ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അതിലാണ് മുഖ്യമന്ത്രി ഈ ഒരു വിശദീകരണം നൽകുന്നത്. ഇതുകൂടാതെ കോന്നിയിലെ CPM എം.എൽ.എ. ജനീഷ് കുമാറും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ന് രാവിലെ രംഗത്ത് വന്നിരുന്നു. ജില്ലയിൽ എത്തിയ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ എം.എൽ.എ.യായ തന്നെ ക്ഷണിച്ചില്ലെന്നാണ് ജനീഷ് കുമാറിന്റെ പരാതി. മുഖ്യമന്ത്രി കോന്നി സന്ദർശിച്ചില്ലെന്നും ജില്ലയിൽ വന്ന് ഫോട്ടോ എടുത്ത് മടങ്ങുകയാണ് ചെയ്തതെന്നും വിമർശിക്കുന്നുണ്ട് കോന്നി എം.എൽ.എ. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി PC വിഷ്ണുനാഥ് അവിടെ വന്ന് റൂം എടുത്ത് കിടന്ന് ഉറങ്ങുകയാണെന്നും പരിഹസിക്കുന്നുണ്ട് CPMന്റെ എം.എൽ.എ. എന്നാൽ ജനപ്രതിനിധികളെ ആരെയും യോഗത്തിൽ ക്ഷണിച്ചില്ലെന്നാണ് ജനീഷിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി. ജനീഷ് കുമാറിന്റെ ആരോപണം ഏറ്റെടുത്ത് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം രംഗത്ത് വന്നു. ഇതോടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പോരിനുള്ള ഒരു കളമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് രാവിലെ കുട്ടനാട് എം.എൽ.എ. റെജി ചെറിയാൻ നടത്തിയ പ്രതികരണവും അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയും കാണാം. തീർച്ചയായിട്ടും, കാരണം ഇത് കുട്ടനാട് നമ്മുടെ സംസ്ഥാനത്തല്ലേ, തീർച്ചയായിട്ടും. കാരണം അവര് ഇപ്പം എം.എൽ.എ. എന്നുള്ള നിലയിൽ ഞാൻ വിളിച്ചിട്ട് എന്റെ സ്ഥലത്തോട്ട് വന്നേ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം നമ്മളെല്ലാവരും ഇതിന്റെയൊക്കെ ഓട്ടത്തിലായിരുന്നത് കൊണ്ട് ഈ ആൾക്കാരെ രക്ഷപ്പെടുത്താനൊക്കെ ആയതുകൊണ്ട് മുഖ്യമന്ത്രി വരിക അല്ലെങ്കിൽ മന്ത്രിമാർ വരിക, ഇവരെ നമ്മൾ സ്വീകരിച്ച് കൊണ്ടു നടക്കാനുള്ള സമയമല്ല നമുക്കിപ്പോൾ ഉള്ളത്. കുട്ടനാട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായ മണ്ഡലം കുട്ടനാടാണ്. പക്ഷെ അവിടേക്ക് ഒരു മന്ത്രിയെയോ മുഖ്യമന്ത്രിയോ ഒന്നും കാണുന്നില്ലല്ലോ. ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മറ്റു പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഈ കുട്ടനാടിനെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയാണോ? അത് എം.എൽ.എയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഈ വിഷയം? അങ്ങനെ ആയിരിക്കില്ല, എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പം ഞാൻ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം റവന്യൂ മന്ത്രിയെ വിളിച്ചു, കിട്ടിയില്ല. മുഖ്യമന്ത്രിയും രാവിലെ പുള്ളിയുടെ നമ്പറിൽ ഞാൻ വിളിച്ചു, കിട്ടിയിട്ടില്ല. കാരണം പറയാൻ ഇങ്ങനെ, കാരണം നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിൽ വീടുകളെല്ലാം, ഒരു വീടുമില്ല വെള്ളം കയറാത്ത. കാരണം എല്ലാവരും, കാരണം കുട്ടനാട് നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ ക്യാമ്പിൽ ആൾ കുറവായിരിക്കും. പക്ഷേ കുട്ടനാട്ടിലെ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മൾ ഇന്നലെ ലോറിയിലൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. അതേ കൂട്ട് വെള്ളം പൊങ്ങുന്ന കാണുമ്പോഴേ അവർ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകും. കാരണം കഷ്ടപ്പെടാം, വളരെ വലിയൊരു കഷ്ടപ്പാടാണ്. അങ്ങനെ എല്ലാവരും പലായനം ചെയ്ത് പുറത്ത് പോയി താമസിക്കുക. കാരണം ചങ്ങനാശ്ശേരി, തിരുവല്ല, എറണാകുളം, ഇന്നലെ കുടുംബങ്ങളെ എറണാകുളത്ത് മക്കളുടെ ഒക്കെ കയറി പോകുന്നവരുണ്ട്. അവരിട്ടുകൊണ്ട് വരുന്ന നൈറ്റിയും കൈലി കൊടുത്തോണ്ടാണ് അവർ പോകുന്നത്. കാരണം അവരുടെ എല്ലാം നനഞ്ഞ് പോയി, ഒരു ഡ്രസ്സും വേറെ എടുക്കാൻ പോലും ഇല്ല. വളരെ വലിയൊരു അവസ്ഥയാണ് കുട്ടനാട്ടിൽ. ഇത്രയും വലിയ പ്രതിസന്ധികളെ കുട്ടനാട് എം.എൽ.എ. വിളിക്കുമ്പോൾ മുഖ്യമന്ത്രി റവന്യൂ മന്ത്രിയും ഫോണിൽ കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സാഹചര്യമാണ്. ഞാനിപ്പോൾ രാവിലെ പലവട്ടം കണ്ടു. ഇന്നലെ ഒന്നും നമുക്ക് എന്നെ കൊണ്ട് ചെയ്തു പോകാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നത് കൊണ്ട് അത്ര ഒരു നിർബന്ധം ഞാൻ കൊടുത്തില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും M. ലിജു നമ്മുടെ ചാർജുള്ള മന്ത്രിയെയും വിളിച്ചു. അവരിപ്പം ക്യാബിനറ്റ് മീറ്റിങ്ങിലോട്ട് കയറുന്നു. അതിരാവിലെ കിട്ടിയില്ല. അതിപ്പം മീറ്റിങ്ങിൽ കയറി. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇറങ്ങിയോണ്ട് എന്നെ തിരിച്ചു വിളിക്കണം. കാരണം ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് എങ്ങനെ ഇപ്പം, കാരണം ഈ നമുക്ക് എന്താണോ ഇപ്പോൾ എമർജൻസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് മന്ത്രി അതിനെക്കുറിച്ച് വിശദീകരണം നൽകി. അദ്ദേഹം തെറ്റുപറ്റിയിരുന്നതിൽ ഖേദവും പ്രകടിപ്പിച്ചു. പിന്നെ ഇനി അത് വിവാദമാക്കേണ്ട ആവശ്യമില്ല. അല്ലല്ല, അവിടെ ഏറ്റവും നന്നായിട്ടാണ് അത് ചെയ്തത്. ചെയ്യാൻ പറ്റാവുന്നതിന്റെ പരമാവധി അവിടെ നന്നായിട്ട് ചെയ്തു. നമ്മൾ വന്നിട്ട് 2 മാസമല്ലേ ആയല്ലേ. 2 മാസം ഞങ്ങൾ വന്ന ഉടനെ തന്നെ പ്രീ മൺസൂൺ മീറ്റിംഗ് എല്ലാം വിളിച്ചു കൂട്ടി. ജില്ലാ കളക്ടർമാരോട് നോക്കാം, ഹൈവേ കുറിച്ച് പേടിയുണ്ടായിരുന്നു. എല്ലാ ജില്ലാ കളക്ടർമാരോടും ഹൈവേയുടെ കുഴപ്പമുള്ള സ്ഥലങ്ങളിൽ പോയി നോക്കാൻ പറഞ്ഞു. ഇതുപോലത്തെ പ്രദേശങ്ങൾ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് പ്രത്യേകമായിട്ടുള്ള ഇത് കൊടുത്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി അത് എന്തെങ്കിലും കറക്റ്റ് ചെയ്യണമെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. അത് ക്യാബിനറ്റ് ഉള്ളപ്പോഴും അദ്ദേഹം വിളിച്ചത് ആണ്. അതെ, ഞാനിപ്പോൾ ലിജുവിന്റെ മന്ത്രി ലിജുവിന്റെ ആലപ്പുഴയിലുള്ള ചാർജുള്ള മന്ത്രി, അദ്ദേഹം കൂടിയ 2 യോഗത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇപ്പൊ അദ്ദേഹം വിളിച്ചത് കിട്ടിയില്ല എന്ന് പറയുന്നത് ക്യാബിനറ്റ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ്.
ലിജുവിൻ്റെ ഫോണിൽ നമ്പർ കിടക്കുന്നുണ്ട്. എവിടെ? എല്ലാ സ്ഥലത്തും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും പലകര സംവിധാനം ഒന്നുമില്ല. പകരം MLA-ക്ക് തന്നെ ചെയ്യാമല്ലോ. MLA-ക്ക് തന്നെ ഉണ്ട്. അവിടെ ജില്ലാ കളക്ടർ കൊടുക്കും. അങ്ങനത്തെ ഒരു വിഷയം അവിടെ വെള്ളം കയറിയ സ്ഥലത്ത് വേറെ ക്യാമ്പിലേക്ക് മാറ്റും. ഞാൻ പറഞ്ഞല്ലോ 150 പേര്, അതൊന്നും ഒരിക്കലും ഉണ്ടായില്ല. 1500 പേരുടെ ക്യാമ്പ് പോലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 150 പേരിൽ ക്യാമ്പ് കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ വേണ്ട അടുത്ത സ്ഥലത്തേക്ക് ക്യാമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. എത്ര രൂപ ചിലവായാലും ഒരു ഇതില്ല എന്ന് ജില്ലാ ഭരണകൂടത്തിൽ അവിടെ ചാർജുള്ള മന്ത്രി 2 പ്രാവശ്യം വിളിച്ചു. ഇപ്പോൾ 3ാമത്തെ മീറ്റിംഗ് ഇന്ന് രാവിലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാർജുള്ള മന്ത്രി എവിടെ പരാതി പറഞ്ഞത് കുട്ടനാട് MLA അതിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യത്തെ 2 മീറ്റിംഗിലും കുട്ടനാട് MLA പങ്കെടുത്തിട്ടുണ്ട്. ഓരോ യോഗം നടക്കുന്നത് പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അവസരം. നിങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ വിവാദമാക്കാൻ താല്പര്യം. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി വേണ്ട വേറെ ഒന്നും.